നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 789th day. Today 11th sloka of Pradhamaskandam 8th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 789 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 11ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ ഭൃതാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 8ാമത്തെ അധ്യായത്തിലെ 11ാമത്തെ ശ്ലോകം. സൂതൻ പറയുകയാണ് ഇത്. സൂത ഉവാച ഉപധാര്യവജസ്തസ്യ ഭഗവാൻ ഭക്തവത്സല അഭാണ്ഡവമിദം കർത്തും ദ്രോണോരസ്ത്രമബുധ്യത. ഓം തത്സത്. ഉപധാര്യവജസ്തസ്യ ഭഗവാൻ ഭക്തവത്സല അഭാണ്ഡവമിദം കർത്തും ദ്രോണേരസ്ത്രമബുധ്യത. ഓം തത്സത്. സൂത ഉവാച. സൂതൻ പറഞ്ഞു. പദം പിരിക്കേണ്ടത് ഉപധാര്യ വജ തസ്യ ഭഗവാൻ ഭക്തവത്സല അഭാണ്ഡവം ഇദം കർത്തും ദ്രൗണേ അസ്ത്ര അബുദ്ധ്യത. ദ്രൗണേ അസ്ത്രം അബുദ്ധ്യത. ഇങ്ങനെയാണ് പദം പിരിക്കേണ്ടത്. ഭക്തവത്സല, ഭക്തന്മാരിൽ സ്നേഹമുള്ള ഭഗവാൻ ശ്രീകൃഷ്ണൻ തസ്യ അവളുടെ വജസ്സിനെ ഉപധാര്യ നന്നായി ധരിച്ചിട്ട് ഇതിനെ അതായത് ഈ ലോകത്തെ അഭാണ്ഡവം പാണ്ഡവന്മാരോട് കൂടാത്ത ആയിട്ട് കർത്തും ചെയ്യാനായിക്കൊണ്ട് ദ്രോണരുടെ പുത്രനായിട്ടുള്ള ദ്രോണപുത്രൻ്റെ അസ്ത്രമാണിന്ന് അബുദ്ധ്യത ധരിച്ചു. അതായത് സൂതൻ പറഞ്ഞു, ഉത്തരയുടെ വാക്കു കേട്ടിട്ട് ഭക്തവത്സലനായ ശ്രീകൃഷ്ണ ഭഗവാൻ നന്നായി ആലോചിച്ച് അർജുനൻ അവമാനിച്ച നിമിത്തം കോപിച്ച അശ്വത്ഥമാവ് ഈ ലോകത്ത് പാണ്ഡവഹീനമാക്കി പാണ്ഡവന്മാരില്ലാതാക്കി തീർക്കുവാൻ വേണ്ടി പ്രയോഗിച്ചിരിക്കുന്ന ബ്രഹ്മാസ്ത്രമാണ് ഉത്തരയുടെ നേർക്ക് പാഞ്ഞു വരുന്നത് എന്ന് മനസ്സിലാക്കി ധരിച്ചു. നന്നായി ആലോചിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ എന്താണ് ഇവളിങ്ങനെ പറയാൻ കാരണം എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ നന്നായി ആലോചിക്കുകയും അപ്രകാരം ആലോചിച്ചപ്പോൾ അശ്വത്ഥമാവ് അയച്ച ബ്രഹ്മാസ്ത്രമാണ് ഈ ഉത്തരയുടെ നേർക്ക് പാഞ്ഞു വരുന്നത്. അങ്ങനെ ബ്രഹ്മാസ്ത്രം ഉത്തരയുടെ നേർക്ക് അയക്കാൻ കാരണം പാണ്ഡവന്മാരോടുള്ള അശ്വത്ഥമാവിൻ്റെ വിരോധമാണ്. അർജുനൻ അവമാനിച്ചു വിട്ടതായിരിക്കാം. അതിനു മുന്നേ തന്നെ ദുര്യോധനനെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ഇപ്രകാരം ചെയ്തു. ഇപ്പോൾ പാണ്ഡവപുത്രന്മാരെ എല്ലാം വധിച്ചു. ഇപ്പോൾ ഈ ഉത്തരയുടെ ഗർഭത്തിലിരിക്കുന്ന ശിശുവും ഇല്ലാതായാൽ പാണ്ഡവന്മാർ ഈ ലോകത്ത് ഇല്ലാതാകും, പാണ്ഡവന്മാരുടെ വംശം ഇല്ലാതാകും എന്ന് മനസ്സിലാക്കിയിട്ട് അപ്രകാരം ചെയ്തതായിരിക്കും എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ നന്നായി ആലോചിച്ചപ്പോൾ മനസ്സിലായി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഭക്തവത്സലായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ മനസ്സിലായി ഇത് ദ്രോണപുത്രനായിട്ടുള്ള അശ്വത്ഥമാവ് അയച്ച ബ്രഹ്മാസ്ത്രമാണ് ഈ ഉത്തരയുടെ നേർക്ക് വരുന്നത് എന്ന്. ശ്ലോകം ഒരിക്കൽ കൂടി. സൂത ഉവാച ഉപധാര്യവജസ്തസ്യ ഭഗവാൻ ഭക്തവത്സല അഭാണ്ഡവമിദം കർത്തും ദ്രൗണേരസ്ത്രമബുദ്ധ്യത. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുന്നു. ഓം. എല്ലാവരുടെയും ആരോഗ്യത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.